അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ നബിയിനാ മുഹമ്മദ്. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഅനാ ബിമാ അല്ലംതനാ റബ്ബി സിദ്നാ ഇൽമാ. ഏറെ ബഹുമാന്യരായ സത്യവിശ്വാസിനികളെ, നോമ്പുമായി ബന്ധപ്പെട്ട വിധിവിലക്കുകളാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഇൻഷാ അള്ളാഹ് നോമ്പുകാർക്ക് അനുവദിക്കപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. നോമ്പുകാർക്ക് അനുവദിക്കപ്പെട്ടതും വിരോധിക്കപ്പെട്ടതുമായ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുന്നതിലൂടെ നമ്മുടെ നോമ്പിനെ സംരക്ഷിക്കുവാനും നോമ്പിൻ്റെ സ്വീകാര്യതയെക്കുറിച്ച് നമുക്കുണ്ടാകുന്ന വസ്വാസുകളിൽ നിന്ന് നമ്മുടെ മനസ്സിനെ സംരക്ഷിക്കുവാനും നമുക്ക് സാധിക്കും. നോമ്പുകാർക്ക് അനുവദിക്കപ്പെട്ട കാര്യങ്ങളിൽ ഒന്നാണ് ഭാര്യാഭർത്താക്കന്മാർ പരസ്പരം സ്പർശിക്കുകയും ചുംബിക്കുകയും ചെയ്യുക എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അപ്രകാരം ചെയ്തതായി ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്നുണ്ട്. കാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം യുഖബ്ബിലു വയുബാശിറു വഹുവ സ്വായിമുൻ. മഹദി പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നോമ്പുകാരനായിരിക്കെ തൻ്റെ ഭാര്യമാരെ ചുംബിക്കുകയും സ്പർശിക്കുകയും ചെയ്യുമായിരുന്നു. അതോടൊപ്പം മഹദി ചേർത്ത് പറയുന്നത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. വകാന അംലകുകും ലിഇർബിഹി. തൻ്റെ വികാരത്തെ പിടിച്ചു വെക്കുവാൻ നിങ്ങളിൽ ഏറ്റവും കഴിവുള്ളവനായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ തൻ്റെ ശരീരത്തെ നിയന്ത്രിക്കുവാൻ സാധിക്കാത്ത ആളുകൾ അതിന് മുതിരരുത്. കാരണം ഒരു മുസ്ലിം തൻ്റെ നോമ്പിനെ മുറിക്കുന്ന എല്ലാ കാര്യങ്ങളിൽ നിന്നും വിട്ടുനിൽക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നോമ്പ് മുറിയുന്ന രൂപത്തിൽ ഇന്ദ്രിയസ്ഖലനം സംഭവിക്കുന്ന അവസ്ഥയിലേക്കോ അല്ലെങ്കിൽ ശാരീരിക ബന്ധത്തിലേക്ക് നീങ്ങുന്ന അവസ്ഥയിലേക്കോ ഭാര്യാഭർത്താക്കന്മാർ പോകാൻ പാടില്ല. നോമ്പുകാർക്ക് അനുവദിക്കപ്പെട്ട രണ്ടാമത്തെ കാര്യമാണ് ജനാബത്തുള്ള അവസ്ഥയിൽ നോമ്പുകാരനായി പ്രഭാതത്തിൽ പ്രവേശിക്കുക എന്നുള്ളത്. ആയിഷ റളിയല്ലാഹു അൻഹ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്, അഷ്ഹദു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇൻ കാന ലയസ്ബിഹു ജുനുബൻ മിൻ ജിമാഇൻ ഗൈരി ഇഹ്തിലാമിൻ സുമ്മ യസൂമുഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ട് തന്നെ ജനാബത്തുള്ള അവസ്ഥയിൽ നോമ്പുകാരനായി പ്രഭാതത്തിൽ പ്രവേശിച്ചിട്ടുണ്ട്. അഥവാ നോമ്പ് അനുഷ്ഠിക്കുവാൻ കുളി നിർബന്ധമല്ല, നിസ്കാരത്തിനാണ് കുളി നിർബന്ധമായിട്ടുള്ളത്. ഹൈളിൽ നിന്ന് ശുദ്ധിയായ സ്ത്രീയെ സംബന്ധിച്ചും ഇതേ മസ്അല തന്നെയാണ്. അവർക്കും കുളി നിർബന്ധമുള്ള അവസ്ഥയിൽ തന്നെ നോമ്പുകാരനായി പ്രഭാതത്തിൽ പ്രവേശിക്കാവുന്നതാണ്. നിസ്കാരത്തിന് മുമ്പ് കുളിച്ച് ശുദ്ധിയാൽ മാത്രം മതി. നോമ്പുകാർക്ക് അനുവദിക്കപ്പെട്ട കാര്യങ്ങളിൽ മൂന്നാമതായി നാം മനസ്സിലാക്കുന്നത് കുളിയാണ്. നോമ്പുകാർ കുളിക്കുന്നത് കൊണ്ട് യാതൊരു കുഴപ്പവുമില്ല. അത് മുങ്ങിക്കുളിക്കുകയാണെങ്കിലും നീന്തി കുളിക്കുകയാണെങ്കിലും ഇനി വെള്ളം കോരി ഒഴിച്ച് കുളിക്കുകയാണെങ്കിലും അതൊന്നും യാതൊരു നിലക്കും നമ്മുടെ നോമ്പിനെ ബാധിക്കുന്നതല്ല. സ്വഹാബത്തിൽപ്പെട്ട പല പ്രമുഖന്മാരും നോമ്പുകാരനായി മുങ്ങിക്കുളിച്ചതായി നമുക്ക് കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ ഏത് സമയത്തും കുളിക്കാം. അത് ഉച്ചയ്ക്ക് ശേഷമായാലും അസറിന് ശേഷമായാലും അതൊന്നും ഒരിക്കലും പ്രമാണങ്ങൾ നമ്മെ വിലക്കുന്നില്ല. ചില ആളുകളെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. എന്നാൽ ഏത് സമയത്ത് കുളിക്കുന്നത് കൊണ്ടും യാതൊരു കുഴപ്പവുമില്ല. എന്നാൽ ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഒരു നിലക്കും നമ്മുടെ ഉള്ളിലേക്ക് വെള്ളം ഇറങ്ങാൻ പാടില്ല. ചില ആളുകളൊക്കെ മുങ്ങിക്കുളിക്കുമ്പോൾ സ്വാഭാവികമായി അവരുടെ ഉള്ളിലേക്ക് വെള്ളം ഇറങ്ങാറുണ്ട്. അങ്ങനെയുള്ള ആളുകൾ മുങ്ങിക്കുളിക്കുവാൻ പാടില്ല. കാരണം നമുക്കറിയാം, നോമ്പ് മുറിയുന്ന എല്ലാ കാര്യങ്ങളിൽ നിന്നും നമ്മൾ മാറി നിൽക്കേണ്ടതുണ്ട്. അത് ഉള്ളു എടുക്കുമ്പോഴാണെങ്കിലും കുളിക്കുമ്പോഴാണെങ്കിലും ഉള്ളിലേക്ക് വെള്ളം ഇറങ്ങാതെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി എങ്ങാനും അബദ്ധത്തിൽ വെള്ളം ഇറങ്ങിയാൽ അതൊരിക്കലും നോമ്പിനെ ബാധിക്കുകയുമില്ല. എന്നാൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മേക്കാളേറെ നമ്മെ അറിയുന്ന റബ്ബ് സുബ്ഹാനഹു വ തആല തന്നെയാണ് നമ്മുടെ നോമ്പിനും പ്രതിഫലം നൽകേണ്ടത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ പരമാവധി സൂക്ഷ്മത പുലർത്തുവാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നോമ്പുകാർക്ക് അനുവദിക്കപ്പെട്ട കാര്യങ്ങളിൽ നാലാമതായി നാം മനസ്സിലാക്കുന്നത് മൗത്ത് വാഷ് അല്ലെങ്കിൽ ടൂത്ത് പേസ്റ്റ് ഉപയോഗിച്ച് പല്ല് തേക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം, നോമ്പുകാരുടെ വായക്ക് അനിഷ്ടകരമായ ഒരു ഗന്ധമുണ്ടാകും. അതുകൊണ്ട് തന്നെ അവർ പല്ല് തേക്കണം. മാത്രമല്ല, ഇസ്ലാം ശരീരവും വായയും ശുദ്ധിയാക്കുന്നതിന് വളരെയധികം പ്രാധാന്യം നൽകുന്നുണ്ട്. ഈ ഒരു ഉമ്മത്തിന് പ്രയാസമാകുമായിരുന്നില്ലെങ്കിൽ 5 നേര നിസ്കാരത്തിൻ്റെ സമയങ്ങളിലും പല്ല് തേക്കുവാൻ കൽപ്പിക്കുമായിരുന്നെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നോമ്പുകാർ അവരുടെ ശരീരവും പ്രത്യേകിച്ച് വായയും വളരെ വൃത്തിയായി സൂക്ഷിക്കേണ്ടതുണ്ട്. മാത്രമല്ല, ഇതോടൊപ്പം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഒരു നിലക്കും ഇത് ഉള്ളിലേക്ക് ഇറങ്ങുവാൻ പാടില്ല. ഉള്ളിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ അവരുടെ നോമ്പിനെ അത് ബാധിക്കുന്നതാണ്. അതുപോലെ നോമ്പുകാർക്ക് അനുവദിക്കപ്പെട്ട മറ്റൊരു കാര്യമാണ് കൊപ്ലിക്കലും മൂക്കിൽ വെള്ളം കയറ്റിച്ചീറ്റലും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ബാലിഗ് ഫിൽ ഇസ്തിൻഷാഖ്. നീ വുളു എടുക്കുമ്പോൾ നന്നായി മൂക്കിൽ വെള്ളം കയറ്റണം. ഇല്ല അൻ തകൂന സ്വായിമ.
എന്നാൽ നോമ്പുകാരനാണെങ്കിൽ അതിൽ അതിര് കവിയാൻ പാടില്ല. കാരണം നമുക്കറിയാം മൂക്കെന്നുള്ളത് നമ്മുടെ തൊണ്ടയിലേക്കുള്ള ഒരു കവാടമാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാം നോമ്പ് മുറിയുന്ന എല്ലാ കാര്യങ്ങളിൽ നിന്നും നമ്മെ വിരോധിക്കുന്നതോടൊപ്പം തന്നെ അതിനുള്ള സാഹചര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കാനും നമ്മോട് ആവശ്യപ്പെടുന്നുണ്ട്. നോമ്പുകാർക്ക് അനുവദിക്കപ്പെട്ട മറ്റൊരു കാര്യമാണ് ഉമിനീരിറക്കുക എന്നുള്ളത്. ഉമിനീരിറക്കുന്നത് കൊണ്ട് യാതൊരു കുഴപ്പവുമില്ല, അത് നമ്മുടെ ശരീരം തന്നെ ഉൽപ്പാദിപ്പിക്കുന്നതാണ്. എന്നാൽ കഫം ഇറക്കാൻ പാടില്ല. അത് നോമ്പുകാരനാണെങ്കിലും അല്ലെങ്കിലും അത് നമ്മുടെ ശരീരത്തിന് ദോഷകരമായ ഒരു വസ്തുവാണ്. എന്നാൽ മനഃപൂർവ്വം നോമ്പുകാരനായിരിക്കെ കഫം ഇറക്കിയാൽ നോമ്പ് മുറിയുമോ? ഈ വിഷയത്തിൽ പണ്ഡിതന്മാർ രണ്ട് അഭിപ്രായത്തിലായതായി നമുക്ക് കാണുവാൻ സാധിക്കും. ആധുനികരായ പല പണ്ഡിതന്മാരും നോമ്പിനെ മുറിക്കുന്നതല്ല എന്ന് ഫത്വ നൽകിയതായി നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ സൂക്ഷ്മത എന്ന നിലക്ക് നമ്മുടെ നോമ്പിനെ സംരക്ഷിക്കുവാനും നമ്മുടെ ശരീരത്തെ മോശകരമായ വസ്തുവിൽ നിന്ന് സംരക്ഷിക്കുവാനും അത് നമ്മൾ ഒഴിവാക്കുകയാണ് വേണ്ടത്. നോമ്പുകാർക്ക് അനുവദിക്കപ്പെട്ട കാര്യങ്ങളിൽ ഏഴാമതായി നാം മനസ്സിലാക്കുന്നത് അനിവാര്യമെങ്കിൽ ഭക്ഷണത്തിൻ്റെ രുചി നോക്കാമെന്നുള്ളതാണ്. എന്നാൽ അതൊരിക്കലും ഉള്ളിലേക്ക് ഇറക്കാനോ അല്ലെങ്കിൽ ആസ്വാദനത്തിനു വേണ്ടി വെറുതെ ഭക്ഷണം വായിലേക്ക് ഇടാനോ പാടില്ല. അതുപോലെ അനുവദിക്കപ്പെട്ട കാര്യമാണ് പല്ല് പറിക്കുക അല്ലെങ്കിൽ വായയിൽ മറ്റു ചികിത്സകൾ ചെയ്യുക എന്നുള്ളത്. അവിടെ ഒരിക്കലും ഒരു വസ്തുവും നമ്മുടെ തൊണ്ടയിലേക്ക് ഇറങ്ങാത്തിടത്തോളം കാലം നമ്മുടെ നോമ്പിനെ അത് ബാധിക്കുന്നതല്ല. നോമ്പുകാർക്ക് അനുവദിക്കപ്പെട്ട മറ്റൊരു കാര്യമാണ് സുഗന്ധം. സുഗന്ധം യാതൊരു നിലക്കും നമ്മുടെ നോമ്പിനെ ബാധിക്കുന്നതല്ല. നമുക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സുഗന്ധം ഇഷ്ടപ്പെട്ടിരുന്നു, അത് ഉപയോഗിക്കുകയും ചെയ്തിരുന്നു. നോമ്പുകാർക്ക് അതിലെന്തെങ്കിലും പ്രയാസമുണ്ടായിരുന്നെങ്കിൽ, അത് നോമ്പിനെ ബാധിക്കുമായിരുന്നെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് പ്രത്യേകം പഠിപ്പിക്കുമായിരുന്നു. അതുപോലെ നോമ്പുകാർക്ക് അനുവദിക്കപ്പെട്ട വസ്തുക്കളാണ് സോപ്പ്, ഷാമ്പു അല്ലെങ്കിൽ എണ്ണ പോലുള്ള വസ്തുക്കൾ. അത് ശരീരത്തിൽ പുരട്ടുന്നത് കൊണ്ട് യാതൊരു കുഴപ്പവുമില്ല. അതുപോലെ തന്നെയാണ് മൈലാഞ്ചിയും സുറുമയും പോലുള്ള വസ്തുക്കളും. അതൊന്നും ശരീരത്തിൻ്റെ പുറത്ത് പുരട്ടുന്നത് കൊണ്ട് നോമ്പിനെ യാതൊരു നിലക്കും അത് ബാധിക്കുന്നതല്ല. അതുപോലെ തന്നെ ശരീരത്തിന് പുറത്ത് മുറിവുകളുണ്ടെങ്കിൽ അത് ചികിത്സിക്കുന്നതോ അതിന് മരുന്ന് പുരട്ടുന്നതോ അതൊന്നും യാതൊരു നിലക്കും നമ്മുടെ നോമ്പിനെ ബാധിക്കുന്നതല്ല. നമുക്കറിയാം, നമ്മൾ നോമ്പ് മുറിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കിയപ്പോൾ പറഞ്ഞതാണ്, ഭക്ഷണം കഴിക്കുക അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുന്ന രൂപത്തിലോ അർത്ഥത്തിലോ ആകുമ്പോൾ മാത്രമാണ് നമ്മുടെ നോമ്പ് മുറിയുന്നത്. അതല്ലാത്ത അവസ്ഥയിൽ ഒരു നിലക്കും നമ്മുടെ നോമ്പിനെ അത് ബാധിക്കുന്നതല്ല. നോമ്പുകാർക്ക് അനുവദിക്കപ്പെട്ട മറ്റൊരു കാര്യമാണ് ശരീരത്തിൽ നിന്ന് രക്തമെടുക്കുക എന്നുള്ളത്. ബ്ലഡ് ടെസ്റ്റിനോ മറ്റോ രക്തമെടുക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. എന്നാൽ ശരീരത്തിൽ നിന്ന് അമിതമായി രക്തമെടുക്കുന്നത് നമ്മൾ ശ്രദ്ധിക്കണം. അത് നോമ്പിനെ മുറിക്കുമോ ഇല്ലയോ എന്നതിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. വല്ലാഹു അലം പ്രബലമായി മനസ്സിലാകുന്നത് നമ്മുടെ നോമ്പിനെ അത് മുറിക്കുന്നതല്ല, എങ്കിലും നോമ്പുകാർ അത് പരമാവധി ഒഴിവാക്കണം എന്നുള്ളതാണ്. കാരണം നമുക്കറിയാം, ശരീരത്തിൽ നിന്ന് വലിയ ഒരളവ് രക്തമെടുക്കുന്നത് നമ്മുടെ ശരീരത്തെ ദുർബലപ്പെടുത്തുവാൻ അല്ലെങ്കിൽ ആരോഗ്യത്തെ ക്ഷീണിപ്പിക്കുവാൻ അത് കാരണമാകും. അങ്ങനെ അതൊരു വേള നോമ്പ് മുറിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരും. അതുകൊണ്ട് തന്നെ നോമ്പുകാർ പരമാവധി അത് മറ്റൊരു സമയത്തിലേക്ക് മാറ്റിവെക്കേണ്ടതുണ്ട്. ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുമ്പോഴും ഇതേ അവസ്ഥ തന്നെയാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ അതും നോമ്പുകാർ നിർബന്ധമല്ലെങ്കിൽ മറ്റൊരു സമയത്തേക്ക് മാറ്റിവെക്കുന്നതാണ് നല്ലത്. ഇതോടൊപ്പം നാം മനസ്സിലാക്കേണ്ട മറ്റൊരു മസലയാണ് സ്ത്രീകൾക്ക് താൽക്കാലികമായി ഹൈദ് നിർത്തുവാൻ വേണ്ടി മരുന്നുകൾ ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ളത്. അവിടെ ആരോഗ്യപരമായി മറ്റു പ്രയാസങ്ങളിലേക്ക് അത് വഴിവെക്കുന്നില്ലെങ്കിൽ യോഗ്യരായ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അത് ആകാവുന്നതാണെന്നാണ് പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. ഇൻഷാ അള്ളാഹ് അടുത്ത ക്ലാസ്സിൽ നോമ്പുകാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട നോമ്പ് തുറയെക്കുറിച്ചും അത്താഴത്തെക്കുറിച്ചും വിശദമായി നമുക്ക് മനസ്സിലാക്കാം. കാര്യങ്ങൾ കൃത്യമായി പഠിക്കുവാനും പഠിച്ച കാര്യങ്ങൾ അതേപ്രകാരം ജീവിതത്തിൽ അമലാക്കുവാനും റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.